നമസ്കാരം. പ്രേം PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജനുവരി മാസം 1 മുതൽ 15 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ISROയുടെ 100ാമത്തെ വിക്ഷേപണം ഏതായിരുന്നു? GSLV NVS 02 ഉപഗ്രഹം. അപ്പോൾ ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് GSLV NVS 02 ഉപഗ്രഹം. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയമാണ് സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുമെന്നത്. അപ്പോൾ 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നുണ്ട്. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. കോഓപ്പറേറ്റീവ് വേൾഡ് ബെറ്റർ വേൾഡ് എന്നാണ്. സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. കോഓപ്പറേറ്റീവ് വേൾഡ് ബെറ്റർ വേൾഡ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഹരിവരാസന പുരസ്കാര ജേതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോൾ 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഇടം. ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഇടം. ഇടം എന്ന് വെച്ചാൽ ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ് എന്നാണ്. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെന്റ് എന്നാണ് ഇടമിന്റെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 UN അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായും സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷവും അന്താരാഷ്ട്ര സഹകരണ വർഷവും ഹിമാനികളുടെ സംരക്ഷണ വർഷവും എന്നാണ് 2025. അപ്പോൾ 2025 എന്തൊക്കെ വർഷങ്ങളായിട്ടാണ് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം 2025 ആണ്. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് ആചരിക്കുന്നത് 2025 ആണ്. അന്താരാഷ്ട്ര സഹകരണ വർഷവും 2025 ആണ്. ഹിമാനികളുടെ സംരക്ഷണ വർഷവുമായിട്ട് ആചരിക്കുന്നത് 2025 ആണ്. നെക്സ്റ്റ്, പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ ലാഹോറിലാണ്. പഞ്ചാബ് സർക്കാർ സന്ദർശകർക്കായി തുറന്നുകൊടുത്ത പുഞ്ച് ഹൗസിലെ ഭഗത് സിംഗ് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ ലാഹോറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 150ലധികം റൺസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് ആയുഷ് മാത്രേ. അപ്പോൾ ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 150ലധികം റൺസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് ആയുഷ് മാത്രേ. മുംബൈ താരം ആയുഷ് മാത്രേ. ഇതിനു മുമ്പ് യശസ്വി ജയ്സ്വാൾ ആയിരുന്നേ. അപ്പം ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 150ലധികം റൺസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആയുഷ് മാത്രേ. മുംബൈ താരം ആയുഷ് മാത്രയാണ്. ഇതിനു മുമ്പ് ആരായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ താരം? യശസ്വി ജയ്സ്വാൾ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്നതാണ് ബീറ്റ ജനറേഷൻ. 2025 മുതൽ 2039 വരെ ഉള്ള ജനറേഷനെ പറയുന്ന പേരാണ് ബീറ്റ ജനറേഷൻ. നെക്സ്റ്റ്, 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? ബംഗാളാണ്. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ ആരാണ്? ബംഗാള്. ബംഗാളിന്റെ 33ാമത് കിരീടമാണ് ഏത്? 2024 ലഭിച്ചത്. ഈ മികച്ച താരമായിരുന്നു റോബി ഹൺസ്ഡ. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടത്തിലെ മികച്ച താരമാരായിരുന്നു? റോബി ഹൺസ്ഡ ആയിരുന്നു. കേരളമാണ് റണ്ണറപ്പ് ആയത്. റണ്ണറപ്പ് കേരള. അപ്പോൾ 2024 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സ്വന്തമാക്കിയത് ബംഗാൾ. ബംഗാളിന്റെ 33ാമത് കിരീടമാണ്. ഫുട്ബോളിലെ മികച്ച താരം ചോദിച്ചാൽ ആരാണ്? റോബി ഹൺസ്ഡേ ആണ്. റണ്ണറപ്പ് കേരളമാണ്. നെക്സ്റ്റ്, ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയ വ്യക്തിയാണ് വൈശാലി. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടിയതാരാണ്? വൈശാലിയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയാണ് ടൈം ഓഫ് ഡേ TOD ബില്ലിംഗ്. ടൈം ഓഫ് ഡേ അഥവാ TOD ബില്ലിംഗ്. അപ്പോൾ സംസ്ഥാനത്ത് 250 യൂണിറ്റ് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതിയാണ് ഇത് ടൈം ഓഫ് ഡേ ബില്ലിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. ഇപ്പോൾ 2025 ജനുവരിയിൽ വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? KS മണിലാൽ. KS മണിലാലിന്റെ ഫുൾ നെയിം ആണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് KS മണിലാലിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് എന്നാണ്? 2019 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. 2019 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. അപ്പോൾ 2025 ജനുവരിയിൽ വിടവാങ്ങിയ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ അല്ലെങ്കിൽ KS മണിലാൽ. ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചതെന്നാണ്? 2019 പത്മശ്രീ ലഭിച്ചത്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കിയ താരമാണ് ജസ്പ്രീത് ബുംറ. അപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് സ്വന്തമാക്കിയ താരം ചോദിച്ചാൽ ഏതാണ്? ജസ്പ്രീത് ബുംറയാണ്. എത്രയായിരുന്നു പോയിന്റ്? 907 പോയിന്റ് ആണ് ജസ്പ്രീത് ബുംറ സ്വന്തമാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ. ഇന്ത്യയിലെ വിമാനങ്ങളിൽ വൈഫൈ സേവനം ആരംഭിച്ച ആദ്യ വിമാന കമ്പനി ചോദിച്ചാൽ ഏതാണ്? എയർ ഇന്ത്യ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തീപ്പൊള്ളൽ മുഖാന്തരമോ അപകടങ്ങൾ മൂലമോ ത്വക്ക് നഷ്ടപ്പെടുന്നവർക്ക് ദാതാക്കളിൽ നിന്നും ത്വക്ക് ശേഖരിച്ച് ശാസ്ത്രീയമായി സൂക്ഷിക്കുന്ന സംവിധാനമാണ് സ്കിൻ ബാങ്ക്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. നെക്സ്റ്റ്, യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ വ്യക്തിയാണ് ഭുവനേഷ് കുമാർ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ CEO ആരാണ്? ഭുവനേഷ് കുമാർ ആണ്. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? പുത്തൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? പുത്തൂര്. തൃശ്ശൂർ ഒല്ലൂർ മണ്ഡലത്തിലെ പുത്തൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്തനാർബുദ ചികിത്സയ്ക്കായി കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ കണ്ടെത്തിയ IIT ആണ് IIT ഗുവാഹത്തി. സ്തനാർബുദ ചികിത്സയ്ക്കായി കുറഞ്ഞ പാർശ്വഫലങ്ങളുള്ള കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ കണ്ടെത്തിയ IIT ആണ് ഗുവാഹത്തി IIT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കളാണ് മനു ഭാക്കർ, D ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. ഇപ്പോൾ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാര ജേതാക്കൾ 4 പേരുണ്ട്. മനു ഭാക്കർ, D ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. നെക്സ്റ്റ്, 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാവാണ് മുരളീധരൻ. 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാവ് ചോദിച്ചാൽ ആരാണ്? മുരളീധരൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരമാണ് സജൻ പ്രകാശ്. 2024 അർജുന അവാർഡ് നേടിയ മലയാളി താരം ചോദിച്ചാൽ ആരാണ്? സജൻ പ്രകാശ് ആണ്. നെക്സ്റ്റ്, വിജയ് ഹസാരെ ട്രോഫിയിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് കരുൺ നായർ. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് കരുൺ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അടുത്തിടെ അന്തരിച്ച ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് MV ജോർജ് കുമ്പനാട്. അപ്പോൾ ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് MV ജോർജ് കുമ്പനാട്. അദ്ദേഹം 2025 ജനുവരി 4 അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ ഉപ്പായി മാപ്പിള എന്ന കഥാപാത്രത്തിലൂടെ പ്രശസ്തനായ കാർട്ടൂണിസ്റ്റാണ് MV ജോർജ് കുമ്പനാട്. അദ്ദേഹം 2025 ജനുവരി 4 എന്ത് ചെയ്തു? അന്തരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യത്തെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ പീഡിയാട്രിക് സ്ഥാപിച്ചത് എവിടെയാണ്? SAT ആശുപത്രി, തിരുവനന്തപുരം. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ റോബോട്ടിക് ജി ഗേറ്റർ പീഡിയാട്രിക് സ്ഥാപിച്ചത് തിരുവനന്തപുരം SAT ആശുപത്രിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങളാണ് ലയണൽ മെസ്സിയും മാജിക് ജോൺസണും. അപ്പോൾ 2024 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങൾ ആരൊക്കെയാണ്? ലയണൽ മെസ്സിയും മാജിക് ജോൺസണുമാണ്. അമേരിക്കയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നത്. അപ്പോൾ 2024 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങളാണ് ലയണൽ മെസ്സിയും മാജിക് ജോൺസണും. ആകെ 19 പേർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ശില്പികളിൽ ഒരാളായി കരുതപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ R ചിദംബരം. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ പ്രധാന ശില്പികളിൽ ഒരാളായി കരുതപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ R ചിദംബരം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഷ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2024 ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയ സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE. ഏഷ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2024 ഏറ്റവും കൂടുതൽ IPO ലിസ്റ്റിംഗ് നടത്തിയ സ്ഥാപനം ചോദിച്ചാൽ ഏതാണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾക്ക് ഭരണഘടനയെക്കുറിച്ചും പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ചും അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. അപ്പോൾ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾക്ക് ഭരണഘടനയെക്കുറിച്ചും പാർലമെന്ററി നടപടിക്രമങ്ങളെക്കുറിച്ചും അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ചായത്ത് സേ പാർലമെന്റ് 2.0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് എമിലിയ പെരസ്. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് എമിലിയ പെരസ്. ഇതൊരു ഫ്രഞ്ച് ചിത്രമാണ്. ഇതിന്റെ സംവിധാനം ആരാണ്? ജാക്കസ് ഒഡിയാറ്റ്സ് ആണ് സംവിധാനം. 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ഫ്രഞ്ച് ചിത്രമായ എമിലിയ പെരസ്. സംവിധാനമാരാണ്? ജാക്കസ് ഒഡിയാസ് ആണ് സംവിധാനം. ഇതിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകൻ. ദ ബ്രൂട്ടിലിസ്റ്റ് സിനിമയുടെ സംവിധായകനായ ബ്രാഡി കോർബറ്റ് ആണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കർല സോഫിയ ഗാസ്കോൺ ആണ്. കർല സോഫിയ ഗാസ്കോൺ. മികച്ച സ്വഭാവ നടി സോ സലീന ഗോമസ്. സോ സൽദാനയും സലീന ഗോമസും ആണ് മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇനി മികച്ച നടൻ ചോദിച്ചാൽ ഡ്രാമ വിഭാഗത്തിലെ മികച്ച നടനാണ് ഏട്രിയൽ ബ്രോഡി. ദി ബ്രൂട്ടിലിസ്റ്റിന്റെ നടനായ ഏട്രിയൽ ബ്രോഡിയാണ് 82ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രഞ്ച് ചിത്രമായ എമിലിയ പെരസ്. സംവിധാനം ആരാണ്? ജാക്കസ് ഒഡിയാസ്. മികച്ച സംവിധായകൻ ചോദിച്ചാൽ ബ്രാഡി കോർബറ്റ്. സിനിമ ദ ബ്രൂട്ടിലിസ്റ്റ്. മികച്ച നടി കർല സോഫിയ ഗാസ്കോൺ. മികച്ച സ്വഭാവ നടി സോ സൽദാന സലീന ഗോമസ്. മികച്ച നടൻ ഏട്രിയൽ ബ്രോഡി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ HMPV ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ HMPV കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. നെക്സ്റ്റ്, കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരാണ് മഞ്ചാടി. കേരള സർക്കാർ KDISC മുഖേന വികസിപ്പിച്ചെടുത്ത ഗണിത പഠന പദ്ധതിയുടെ പേരെന്താണ്? മഞ്ചാടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോ സ്കെയിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത IIT ആണ് ഗുവാഹത്തി IIT. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കണ്ടെത്തുന്നതിനുള്ള നാനോ സ്കെയിൽ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്ത IIT ആണ് ഗുവാഹത്തി IIT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ഓസ്കാർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് ആടുജീവിതം. 2025 ഓസ്കാർ പ്രാഥമിക റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ചോദിച്ചാൽ ഏതാണ്? ആടുജീവിതം. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗുജറാത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദിയാണ് ബേപ്പൂര്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? ബേപ്പൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. 2025 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാണ് ഓസ്ട്രേലിയ. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരയാണ് ഏത്? ബോർഡർ ഗവാസ്കർ ട്രോഫി. അതിൽ ജേതാക്കൾ ആരാ? 2025 ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. നെക്സ്റ്റ്, ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ. ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ISROയുടെ ചെയർമാനാകുന്ന 6ാമത്തെ മലയാളിയാണ് ഡോക്ടർ വി നാരായണൻ. ആറാമത്തെ മലയാളി. ഇദ്ദേഹത്തെ എന്തെന്ന് അറിയപ്പെടുന്നു? ക്രയോമാൻ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ISROയുടെ 11ാമത് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് ആര്? ഡോക്ടർ വി നാരായണൻ. ഇദ്ദേഹത്തെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, വിദേശത്തെ കേസന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഭാരത് പോള്. വിദേശത്തെ കേസന്വേഷണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് ഭാരത് പോള്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ് കൊഡാലിയ നദീതർക്കം? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. അപ്പോൾ കൊഡാലിയ നദീതർക്കം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് കൊഡാലിയ നദീതർക്കം നടക്കുന്നത്. നെക്സ്റ്റ്, ഏത് മുൻ രാഷ്ട്രപതിക്കാണ് രാജ്ഘട്ടിൽ സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? പ്രണബ് മുഖർജിക്കാണ്. അപ്പം മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിക്ക് സ്മാരകം നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എവിടെയാണ്? രാജ്ഘട്ടിലാണ്. നെക്സ്റ്റ്, ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ച ISROയുടെ പദ്ധതിയാണ് പോയം 4. ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ച ISROയുടെ പദ്ധതിയാണ് പോയം 4. പോയം 4 ദൗത്യത്തിലെ ക്രോപ്സ് പദ്ധതിയാണ്. ക്രോപ്സ് എന്ന് വെച്ചാൽ കോമ്പാറ്റ് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് ആണ്. അപ്പോൾ ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ച ISROയുടെ പദ്ധതിയാണ് പോയം 4. ഇത് വിക്ഷേപിച്ച റോക്കറ്റ് PSLV-C60 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ചോദിച്ചാൽ PSLV-C60. ബഹിരാകാശത്ത് പയർവിത്ത് മുളപ്പിക്കാൻ സാധിച്ച ISROയുടെ പദ്ധതിയാണ് പോയം 4 ദൗത്യത്തിലെ ക്രോപ്സ് കോമ്പാറ്റ് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദിയാണ് ഒഡീഷയിലെ ഭുവനേശ്വർ. അപ്പോൾ 2025 പ്രവാസി ഭാരതീയ ദിവസ് വേദി ചോദിച്ചാൽ എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. നെക്സ്റ്റ്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സാഗു. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ബഹദൂർ സിംഗ് സാഗു.
നെക്സ്റ്റ് 2024 ബഷീർ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. 2024 ബഷീർ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. ഇദ്ദേഹത്തിൻ്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് 2024 ബഷീർ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. മംഗോളിയ മരം ഉപയോഗിച്ചിട്ടാണ് ഈ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ് ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചത്. അപ്പം ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. ഏത് രാജ്യമാണ് വിക്ഷേപിക്കുന്നത്? ജപ്പാനാണ് ഇത് വിക്ഷേപിച്ചത്. നെക്സ്റ്റ്, DRDO വികസിപ്പിച്ച കാവേരി ജെറ്റ് എഞ്ചിന്റെ പറക്കൽ പരീക്ഷണം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. DRDO വികസിപ്പിച്ച കാവേരി ജെറ്റ് എഞ്ചിന്റെ പറക്കൽ പരീക്ഷണം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാള ഗായകനാണ് P ജയചന്ദ്രൻ. 2025 ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകനാണ് P ജയചന്ദ്രൻ. ഇദ്ദേഹത്തിന് 2020 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജനുവരി 9 അന്തരിച്ച പ്രശസ്ത മലയാളി ഗായകൻ ചോദിച്ചാൽ ആരാണ്? P ജയചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെബനന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ജോസഫ് ഓൺ. അപ്പോൾ ലെബനന്റെ പുതിയ പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണ്? ജോസഫ് ഓൺ. ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം. അപ്പോൾ ലെബനന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ജോസഫ് ഓൺ. പുതിയ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? നവാബ് സലാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി വ്യുമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ WCM ചോദിച്ചാൽ ആരാണ്? ദിവി ബിജേഷ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി വ്യുമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ ആണ് ദിവി ബിജേഷ്. ഫിഡെ നൽകുന്ന ചെസ് കളിക്കാർക്കുള്ള പദവിയാണ് ഏത്? WCM എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി വ്യുമൻ കാൻഡിഡേറ്റ് മാസ്റ്റർ ആണ് ആര്? ദിവി ബിജേഷ്. നെക്സ്റ്റ്, വിവാഹപ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച രാജ്യമാണ് UAE. വിവാഹപ്രായം 21 നിന്നും 18 വയസ്സായി കുറച്ച രാജ്യം ചോദിച്ചാൽ ഏതാണ്? UAE ആണ്. നെക്സ്റ്റ്, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അഞ്ജു ബോബി ജോർജ്. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് K രാധാകൃഷ്ണൻ. മുൻ MP ആയ K രാധാകൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേരാണ് ഉയരാം ഒത്തുചേർന്ന്. അപ്പോൾ ഉയരാം ഒത്തുചേർന്ന് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? K രാധാകൃഷ്ണൻ ആണ്. നെക്സ്റ്റ്, പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക നാമമാണ് ഭാരത് കി ടീം എന്നത്. പ്രഥമ ഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഔദ്യോഗിക നാമം എന്താണ്? ഭാരത് കി ടീം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനാണ് M ചന്ദ്രശേഖരൻ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനാണ് M ചന്ദ്രശേഖരൻ. ഇദ്ദേഹം മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ നിയമജ്ഞനാണ് M ചന്ദ്രശേഖരൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തൊഴിൽ മേഖലയിലൂടെ ഭാവി പ്രവണതകൾ വിശകലനം ചെയ്യുന്ന ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചത് വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. തൊഴിൽ മേഖലയിലൂടെ ഭാവി പ്രവണതകൾ വിശകലനം ചെയ്യുന്ന ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചത് വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. തൊഴിൽ മേഖലയിലൂടെ ഭാവി പ്രവണതകൾ വിശകലനം ചെയ്യുന്ന ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് 2025 പ്രസിദ്ധീകരിച്ചത് വേൾഡ് ഇക്കണോമിക് ഫോറം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വികസിപ്പിച്ച കാർഷിക മേഖലയിലെ ഏകീകൃത കോഡിംഗ് സംവിധാനമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഡ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വികസിപ്പിച്ചെടുത്ത കാർഷിക മേഖലയിലെ ഏകീകൃത കോഡിംഗ് സംവിധാനമാണ് നാഷണൽ അഗ്രികൾച്ചറൽ കോഡ്.
നെക്സ്റ്റ് 2025 ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അപ്പോൾ 2025 ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. നെക്സ്റ്റ് 2025 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലെ മുഖ്യ അതിഥിയാണ് പ്രാവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രാവോ സുബിയാന്തോ ആണ് 2025 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ മുഖ്യ അതിഥി. അടുത്ത ക്വസ്റ്റ്യൻ, കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നൽകുന്ന സുഗത നവതി പുരസ്കാര ജേതാവാണ് ശ്രീമാൻ നാരായണൻ. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നൽകുന്ന സുഗത നവതി പുരസ്കാര ജേതാവാണ് ശ്രീമാൻ നാരായണൻ. കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് നൽകുന്ന സുഗത നവതി പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? ശ്രീമാൻ നാരായണൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ദേശീയ യുവജന ദിന സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 12. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ആണ് ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. 2025 ദേശീയ യുവജന ദിന സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത് അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ 25ാമത് അന്താരാഷ്ട്ര ജാവലിൻ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യ. നെക്സ്റ്റ്, BCCIയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ദേവജിത്ത് സൈക്കിയ. അപ്പോൾ BCCIയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? ദേവജിത്ത് സൈക്കിയ. ദേവജിത്ത് സൈക്കിയ. അടുത്ത ക്വസ്റ്റ്യൻ, DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച ടാങ്ക് വേദ മിസൈലിന്റെ പേരാണ് ടാങ്ക് വേദ നാഗ് MK2. DRDO വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച ടാങ്ക് വേദ മിസൈലിന്റെ പേരെന്താണ്? ടാങ്ക് വേദ നാഗ് MK2. നാഗ് MK2 എന്നാണ് DRDO വികസിപ്പിച്ച പരീക്ഷണം വിജയിച്ച ടാങ്ക് വേദ മിസൈലിന്റെ പേര്. അടുത്ത ക്വസ്റ്റ്യൻ, ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നിഷേധിക്കുന്ന നയമായ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം. ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നിഷേധിക്കുന്ന നയമായ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഹെൽമറ്റ് ധരിക്കാത്തവർക്ക് ഇന്ധനം നിഷേധിക്കുന്ന നയമായ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിന്റെ പേരാണ് INS ഉത്കർഷ്. ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിന്റെ പേരാണ് INS ഉത്കർഷ്. ആദ്യത്തെ വിവിധോദ്ദേശ കപ്പലാണ് ഏത്? സമർത്ഥക്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ വിവിധോദ്ദേശ കപ്പൽ ഏതാണ്? സമർത്ഥക്. ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിന്റെ പേരാണ് INS ഉത്കർഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനി വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന റോക്കറ്റിന്റെ പേരാണ് ന്യൂ ഗ്ലെൻ. ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനി വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന റോക്കറ്റിന്റെ പേരാണ് ന്യൂ ഗ്ലെൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തുഹിൽ കാന്ത പാണ്ഡെ. അപ്പോൾ 2025 ജനുവരിയിൽ കേന്ദ്ര റവന്യൂ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് തുഹിൽ കാന്ത പാണ്ഡെ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കോഴിക്കോട് കാപ്പാട് ബീച്ചും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചും. അപ്പോൾ 2025 ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണ്? കാപ്പാട് ബീച്ച്, കോഴിക്കോട് കാപ്പാട് ബീച്ചും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചുമാണ് 2025 ജനുവരിയിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാകുംഭമേളയുടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച FM റേഡിയോ ചാനലിന്റെ പേരാണ് കുംഭവാണി. മഹാകുംഭമേളയുടെ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച FM റേഡിയോ ചാനലിന്റെ പേരാണ് കുംഭവാണി. നെക്സ്റ്റ്, പുതുതായി രൂപീകരിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ
നിസാമാബാദ്, തെലങ്കാന. അപ്പോൾ പുതുതായി രൂപീകരിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? തെലങ്കാനയിലെ നിസാമാബാദിലാണ്. ഈ മഞ്ഞൾ ബോർഡിന്റെ ആദ്യ ചെയർപേഴ്സൺ ആരാണ്? പല്ലെ ഗംഗാറെഡ്ഡിയാണ്. അപ്പോൾ പുതുതായി രൂപീകരിച്ച ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തെലങ്കാനയിലെ നിസാമാബാദിലാണ്. ഈ മഞ്ഞൾ ബോർഡിന്റെ ആദ്യ ചെയർപേഴ്സൺ ചോദിച്ചാൽ ആരാണ്? പല്ലെ ഗംഗാറെഡ്ഡിയാണ് ആദ്യ ചെയർപേഴ്സൺ. നെക്സ്റ്റ്, ബ്രിക്സ് ഗ്രൂപ്പിൽ പുതുതായി ചേർന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ബ്രിക്സ് ഗ്രൂപ്പിൽ പുതുതായി ചേർന്ന രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഇന്തോനേഷ്യ. നിലവിൽ 10 അംഗങ്ങളാണ് ബ്രിക്സിലുള്ളത്. അപ്പം ബ്രിക്സ് ഗ്രൂപ്പിൽ പുതുതായി ചേർന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബ്. നെക്സ്റ്റ്, ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഘ് ബിഹു ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ആസാം. ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഘ് ബിഹു ആഘോഷിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആസാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, കണ്ണൂര്. അപ്പോൾ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം തെങ്ങിനമാണ് ബേഡകം. അപ്പൊ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ തെങ്ങിനമാണേത്? ബേഡകം. അടുത്ത ക്വസ്റ്റ്യൻ, മാരക തീപിടുത്തത്തെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ലോസ് ആഞ്ചലസിലാണ്. അപ്പൊ മാരക തീപിടുത്തത്തെ തുടർന്ന് അടുത്തിടെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇസറ്റ്മോർ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇസറ്റ്മോർ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ശ്രീനഗറിനെയും സോനാമാർഗിനെയും തമ്മിലാണ് ഈ ടണൽ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ശ്രീനഗറിനെയും സോനാമാർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇസറ്റ്മോർ ടണൽ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജരാജേശ്വരി ക്ഷേത്രം, തളിപ്പറമ്പ്, പയ്യന്നൂര്, കണ്ണൂര്. രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജരാജേശ്വരി ക്ഷേത്രം, തളിപ്പറമ്പ്, പയ്യന്നൂര്, കണ്ണൂര്. നെക്സ്റ്റ്, സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, ജൽജീവൻ മിഷന് കീഴിൽ ഹർ ഘർ ജൽ 100% പൂർത്തിയാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ്. ജൽജീവൻ മിഷന് കീഴിൽ ഹർ ഘർ ജൽ 100% പൂർത്തീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? പഞ്ചാബാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് അമേരിക്ക. 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അമേരിക്ക. അപ്പോൾ ലോകത്ത് സൈബർ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആദ്യത്തെ രാജ്യം ഏതാണ്? അമേരിക്ക. അടുത്ത ക്വസ്റ്റ്യൻ, മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയ IIT ആണ് ബോംബെ IIT. മണ്ണിലെ വിഷാംശം തിന്നു ജീവിക്കുന്ന ബാക്ടീരിയ കണ്ടെത്തി വിളവ് കൂട്ടാനുള്ള വിദ്യ കണ്ടെത്തിയ IIT ചോദിച്ചാൽ ഏതാണ്? IIT ബോംബെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാം. അപ്പോൾ ചന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ആസാം. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് തേജസ്സും താരയും. അപ്പൊ പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? തേജസ്സും താരയും. എ പെയർ ഓഫ് ഗാസസ് ആണ്, മാനാണ് ഇത്. അപ്പോൾ പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് തേജസ്സും താരയും. പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ്?
ഇന്ത്യയാണ് വേദി. അപ്പോൾ പ്രഥമ ഖോഖോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങളാണ് തേജസ് ആൻഡ് താര. നെക്സ്റ്റ്, സപ്ലിമെന്റൽ ഓക്സിജൻ ഉപയോഗിക്കാതെ 8000 മീറ്ററിന് മുകളിലുള്ള 14 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ നേപ്പാളി പർവ്വതാരോഹനാണ് മിങ്മ ജി ഷെർപ്പ. സപ്ലിമെന്റൽ ഓക്സിജൻ ഉപയോഗിക്കാതെ 8000 മീറ്ററിന് മുകളിലുള്ള 14 കൊടുമുടികളും കീഴടക്കിയ ആദ്യത്തെ നേപ്പാളി പർവ്വതാരോഹനാണ് മിങ്മ ജി ഷെർപ്പ. അടുത്ത ക്വസ്റ്റ്യൻ, സൈനിക രഹസ്യാന്വേഷണവും നിരീക്ഷണ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ ആണ്. സൈനിക രഹസ്യാന്വേഷണവും നിരീക്ഷണ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനായി ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് അറ്റോമിക് ക്ലോക്ക് വികസിപ്പിച്ച രാജ്യമാണ് ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ടോവിനോ തോമസ് ആണ്. ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ് ആണ്. ചിത്രം ഏതാണ്? 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ടോവിനോ തോമസിന് പുരസ്കാരം ലഭിച്ചത്. ഇനി ഇതിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? അഞ്ജന പ്രകാശ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. അപ്പോൾ ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോവിനോ തോമസ്. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. മികച്ച നടി ആരാണ്? അഞ്ജന പ്രകാശ്. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. ഇനി മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2018 എവരിവൺ ഈസ് എ ഹീറോയാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന്റെ സംവിധാനം ചോദിച്ചാൽ ആരാണ്? ജൂഡ് ആന്റണി ജോസഫ് ആണ് 2018 സിനിമയുടെ സംവിധായകൻ. ഇനി മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അഖിൽ സത്യൻ. പാച്ചുവും അത്ഭുത വിളക്കത്തിന്റെ സംവിധായകനായ അഖിൽ സത്യനാണ് ജെ.സി. ഡാനിയൽ ഫൗണ്ടേഷൻ 15ാമത് ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഖിൽ സത്യൻ. അപ്പം മികച്ച നടൻ ചോദിച്ചാൽ ടോവിനോ തോമസ്, മികച്ച നടി അഞ്ജന പ്രകാശ്, മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ, മികച്ച സംവിധായകൻ അഖിൽ സത്യം. പാച്ചുവിന്റെ അത്ഭുത വിളക്കിന്റെ സംവിധായകനായ അഖിൽ സത്യനാണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നെക്സ്റ്റ്, US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. US-ന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. നെക്സ്റ്റ്, ട്രാഫിക് കൺജങ്ഷൻ ചാർജ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ അമേരിക്കൻ നഗരമാണ് ന്യൂയോർക്ക്. ട്രാഫിക് കൺജങ്ഷൻ ചാർജ് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ അമേരിക്കൻ നഗരം ചോദിച്ചാൽ ഏതാണ്? ന്യൂയോർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ആണ്. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനായി പാരാസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ആണ്. നെക്സ്റ്റ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ് അമൂല്യയും അക്ഷയും. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 2 ഫാസ്റ്റ് പെട്രോൾ വെസലുകളാണ് അമൂല്യയും അക്ഷയും. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യൻ നാഷണൽ ഖോഖോ ടീമിനായി 3 വർഷത്തെ സ്പോൺസർഷിപ്പ് കരാർ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഒഡീഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ
ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പൊടിമടക്ക്, വിശാഖപട്ടണം. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? പൊടിമടക്ക്, വിശാഖപട്ടണം. 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ലൂസിയാന, അമേരിക്ക. അപ്പോൾ 2025 ജനുവരിയിൽ H5N1 പക്ഷിപ്പനി ബാധിച്ച് മനുഷ്യമരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അമേരിക്കയിലെ ലൂസിയാനയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷനായി നിയമിതനാകുന്നത് ബി അശോക്. അപ്പോൾ കേരള തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷനായി നിയമിതനാകുന്ന വ്യക്തിയാണ് ബി അശോക്. നെക്സ്റ്റ്, ചൊവ്വയുടെ വിപുലമായ പരിവേഷണത്തിന് വേണ്ടി ഇൻജന്യൂറ്റി കോപ്റ്ററിന്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച ഡ്രോണാണ് മാർസ് ചോപ്പർ. ചൊവ്വയുടെ വിപുലമായ പരിവേഷണത്തിന് വേണ്ടി ഇൻജന്യൂറ്റി കോപ്റ്ററിന്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച ഡ്രോണിന്റെ പേരാണ് മാർസ് ചോപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 85. 2025 ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85. ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ആർക്കാണ്? സിംഗപ്പൂരിനാണ് ഒന്നാം സ്ഥാനം. സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനം, ജപ്പാനാണ് രണ്ടാം സ്ഥാനം. അപ്പോൾ 2025 ജനുവരിയിൽ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85. ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനും രണ്ടാം സ്ഥാനം ജപ്പാനുമാണ്. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ്. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ഈ ലേല പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്തെ സൈന്യമാണ് അരാക്കാൻ ആർമി ആയുധ സംഘം? മ്യാൻമാർ. അപ്പോൾ ഏത് രാജ്യത്തെ സംഘമാണ് അരാക്കാൻ ആർമി ആയുധ സംഘം? മ്യാൻമാർ. അപ്പോൾ അരാക്കാൻ ആർമി ആയുധ സംഘം ഏത് രാജ്യത്തെ സൈന്യമാണെന്ന് ചോദിച്ചാൽ മ്യാൻമാറിലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ വ്യക്തിയാണ് സഞ്ജയ് കുമാർ. അപ്പോൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാണ്? സഞ്ജയ് കുമാർ ആണ്. നെക്സ്റ്റ്, മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ച വ്യക്തിയാണ് കലാമണ്ഡലം ഗോപി. അപ്പോൾ മനോരഥം എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ്? കലാമണ്ഡലം ഗോപിയാണ്. നെക്സ്റ്റ്, 2025 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്. 2025 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? അഹമ്മദാബാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.